നമ്മൾ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടോ? ഇതിൽ പരം വലിയ പ്രതിസന്ധി ഒന്നും വരാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട ഒരു സമയത്തിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. മോശപ്പെട്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം മോശപ്പെട്ട സമയം ഒരു മനുഷ്യനുണ്ടാവാനില്ല. ഈ ശനിദശ എന്നൊക്കെ ചിലർ പറയാറില്ല. ഇപ്പോൾ നമ്മൾ ശനിയല്ല, ഇത് ശനിക്കപ്പുറം ഞായറൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണെന്ന് വിചാരിച്ചാൽ അതിനപ്പുറം എന്തെങ്കിലും ദശ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കണം. കാരണം ഞാനും എൻ്റെ മുൻഷി രഞ്ജിത്ത് എന്നുള്ളൊരു പേരും ഞാനിരിക്കുന്ന വസ്ത്രങ്ങളല്ലാതെ എനിക്കൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് പേര് ദോഷം ഇതുവരെ വലുതായിട്ട് സംഭവിച്ചിട്ടില്ല. അതിന് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ദോഷങ്ങൾ ഇങ്ങനെ കിടക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ സീറോ അല്ല, നെഗറ്റീവ് നിന്ന് മൈനസ് നിന്നൊക്കെ ഇങ്ങനെ കരകയറി വരുന്നുള്ളൊരു ഒരു ഘട്ടമാണ്. എനിക്കാണ് തോന്നുന്നത് രഞ്ജിത്തേട്ടൻ്റെ ലൈഫ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഒരു പരിധിക്കപ്പുറം സത്യസന്ധനാവരുത്. നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പരിധിക്കപ്പുറം സത്യസന്ധത, ദീനാനുകമ്പ ഇതൊന്നും വേണ്ട. പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മളൊരു കാട്ടിൽ ചെന്നാൽ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരത്തിനാണ് ആദ്യം വെട്ടുവീഴുക. ഈ പിന്നെ വിറക് വെട്ടുകാരൻ അല്ല, മീൻസ് എന്താണ്, ഈ മരം വെട്ടുകാരൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മരം നോക്കി ആദ്യം വെട്ടുന്നത്. അപ്പോൾ നല്ല മരങ്ങൾക്ക് എപ്പോഴും വെട്ട് ആദ്യം വീഴും. അതുകൊണ്ട് അത്ര നല്ല ആവണ്ട, ശകലം വളഞ്ഞേ പോകാളൂ ഈ സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ. അതൊരു വാസ്തവമാണ്. അപ്പം അങ്ങനെ എവിടെയോ എപ്പോഴോ അബദ്ധത്തിൽ ഞാൻ ഇച്ചിരി നല്ലതായി പോയെന്നൊരു സംശയം. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഇച്ചിരി കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. ആദ്യം നേരത്തെ അന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എപ്പോഴോ ഞാൻ എങ്ങനെയോ ഒരു നല്ല സത്യസന്ധനായി പോയി, കുറച്ച് നന്മയും ചിന്തിച്ചു പോയി. അവിടെ മുതൽ ഞാൻ താഴോട്ട് പോകാൻ തുടങ്ങി. കാരണം ആരെങ്കിലും കാശ് കടം ചോദിച്ചാൽ കൊടുക്കുക, പിന്നെ അവരുടെ അടുത്ത് പിന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. കടം ചോദിക്കുന്നതിനേക്കാളും ഗതി കെട്ട് യാചിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, കിട്ടത്തില്ല. അങ്ങനെ ലക്ഷങ്ങൾ പണം നഷ്ടപ്പെടുന്നു, വേറെ പലതും നഷ്ടപ്പെടുന്നു, സ്വന്തമായിട്ടുണ്ടായിരുന്നതും ഒപ്പം ഉണ്ടായിരുന്നവരും ഒക്കെ പോകുന്നു, വീട് നഷ്ടപ്പെടുന്നു, കാറ് പോകുന്നു, അങ്ങനെ എല്ലാം പോയി. അപ്പം തിരുവനന്തപുരത്ത് ഒരു വീട്, ഒരു വില്ല വാങ്ങുന്നു എന്ന് പറഞ്ഞപ്പം സത്യം എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ ആ വില്ല ഒരു ദിവസം വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു. അതായത് സർവ്വതും കയ്യിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എറണാകുളത്തേക്കുള്ള മാറ്റം. എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ അടുത്ത് നിന്ന് എന്നെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാളും നല്ല എന്നെ ഇഷ്ടപ്പെടുന്ന 100 പേര് അപ്പുറത്തുണ്ട്, അവരോടൊപ്പം സമയം ചെലവഴിക്കണം. ഞാൻ അതല്ലേ എൻജോയ് ചെയ്യേണ്ടത്. എന്നെ ഇഷ്ടമില്ലാത്തവൻ പോട്ടെ. മാത്രമല്ല, ഇപ്പോൾ നിയാസിന് ഒരിക്കൽ എന്നെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടായി, ഞാനത് തിരുത്താൻ വരില്ല. കാരണം എന്നെ അറിയാമെങ്കിൽ നിയാസ് ആ മോശം അഭിപ്രായം പ്രകടിപ്പിക്കത്തില്ല. ഇനി എന്നെ അറിയാത്തത് കൊണ്ടാണ് നിയാസ് ആ അഭിപ്രായം വച്ചതെങ്കിൽ ഒരിക്കലും അത് മാറ്റാനും പോകുന്നില്ല. അതുകൊണ്ട് നിയാസ് ഒരിക്കൽ പറ്റും രഞ്ജിത്തേട്ടൻ അങ്ങനെ ചെയ്തു, അത് മോശമായി അങ്ങനെ പറഞ്ഞു, ഓക്കെ ശരി, എന്നാൽ പിന്നെ അത് എന്തെങ്കിലും കറക്റ്റ് ആകുമ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ മതി. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ തിരുത്താൻ പോകല്ലോ. ഞാൻ വന്ന് തിരുത്തിയിട്ട് എന്ത് കാര്യം? എനിക്ക് ആ സമയം കൊണ്ട് എന്നെ രഞ്ജിത്ത് നല്ലതാണെന്ന് പറയുന്ന വേറെ ആളുകളുണ്ട് സൈഡിൽ, അങ്ങോട്ട് പോകും. അതിപ്പോ ആരാ കൂടെ ഉള്ളവരാണെങ്കിലും ജീവിതത്തിലും സുഹൃത്തുക്കളും ആരാണെങ്കിലും. ഞാൻ എത്ര സുഹൃത്തുക്കളെ ഞാൻ മൊബൈലിൽ നിന്ന് നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പറഞ്ഞിട്ട്. ഒരിക്കൽ നമ്മുടെ അടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ വിട്ടത് തന്നെയാണ്, പിന്നെ ഒരിക്കലും പിന്നെ യോജിച്ചു ചേർത്തില്ല. അതിപ്പോൾ ആരായാലും. അപ്പൊ ഇത് ഈ ആദ്യകാലം പോലെ ഇങ്ങനെ തന്നെയാണല്ലേ? അതായത് ഈ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്ന കാലം മുതൽ ഇങ്ങനെയുള്ള ഒരു പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാറുണ്ട്. തെറ്റിദ്ധാരണ നമ്മുടെ ഒരു ശീലമാണ്, എന്താ ഒരു ഭാഗമാണ്. പലപ്പോഴും തെറ്റിദ്ധാരണ എന്നല്ല അതിന് പറയുന്നത്. ആളുകൾ മനസ്സിലാക്കുക ഒരു പക്ഷേ നമ്മൾ പറയുന്നതിൻ്റെ ഒരു തലത്തിലേക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആളുകൾ ധരിക്കുന്നു നമ്മളെ ആവശ്യമില്ലാതെ ശത്രുവായിട്ട് കാണുന്നു. അവർ പിന്നെ നമ്മളോട് എന്തൊക്കെ രീതിയിൽ വെറുപ്പ് കാണിക്കാവോ അതെല്ലാം കാണിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ ഏരിയയിൽ നിന്ന് മാറി അടുത്ത ഏരിയയിലോട്ട് പോകുന്നു. എനിക്ക് അവിടെ കറക്റ്റ് ചെയ്യാനുള്ള സമയമില്ല, അതിനുള്ള ആഗ്രഹമില്ല. ഈ സൗഹൃദങ്ങൾ കൂടുതൽ അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര നമുക്ക് കണ്ടമാന സൗഹൃദമുണ്ട്. സൗഹൃദം എന്ന് പറയുമ്പോൾ, സുഹൃത്ത് എന്ന് പറയണമെങ്കിൽ എൻ്റെ കറക്റ്റ് എൻ്റെ ഒരു വേർഡ് മീനിങ്ങിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സുഹൃത്ത് എന്ന് പറയാൻ എനിക്ക് 4-5 പേരൊക്കെ ഉള്ളൂ. അതങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. എന്നാൽ ലോകം ഒഴികെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും നമുക്ക് പരിചയക്കാരുണ്ട്, അറിയാവുന്നവരുണ്ട്, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഒത്തിരി ഏത് രാജ്യത്ത് നിന്നാലും എനിക്ക് കുറച്ച് ഒരു ഗ്രൂപ്പിനെ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. രഞ്ജിത്തേട്ടൻ ജീവിതത്തിൽ ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ, പല സന്ദർഭങ്ങളിൽ അല്ലേ? അതെന്താ സംഭവം? അങ്ങനെ ഈ അവഗണന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യാപരമാണ്. നമ്മൾ ഒരിടത്തുനിന്ന് അവഗണനയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഒരു സിനിമയിൽ പറയുന്നത്. അതെ, കൃത്യമാണ് അത്. എത്രയോ വലിയ മഹാന്മാർ, വിവേകാനന്ദനെ പോലെ അല്ലെങ്കിൽ നിത്യചൈതന്യ യതിയെ പോലുള്ളവർ പറയേണ്ട ഒരു ഡയലോഗാണ്. അവഗണനയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അവഗണിക്കപ്പെടുന്നതിന് കൂടുതൽ കരുത്ത് കിട്ടും പല സ്ഥലങ്ങളിൽ. കാരണം ആദ്യകാലത്ത് അഭിനയിക്കാൻ പോകും, ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു ഡയലോഗാണ്. ആദ്യകാലത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞ് താല്പര്യം കാണിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള അന്ന് സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് നടക്കുന്നത്, അവരുടെ സുഹൃത്തുക്കളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കളിയാക്കി, പുച്ഛിച്ചു, എന്തുവാ നടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കി. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ അഭിനയം അല്ലെങ്കിൽ എൻ്റെ അഭിനയശേഷി ഞാൻ സ്നേഹിച്ചു തുടങ്ങി.
പിന്നെ തിരുവനന്തപുരത്ത് അഭിനയം തുടങ്ങിയപ്പോൾ ഡബ് ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ശബ്ദം കൊള്ളത്തില്ല, ഇയാൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞ് സൗണ്ട് എഞ്ചിനീയർ കളിയാക്കിയപ്പോൾ ഞാൻ എൻ്റെ ശബ്ദത്തെ സ്നേഹിച്ചു തുടങ്ങി. പിന്നെ ജീവിതം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റും നിന്ന് ചിലർ എൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വരാതെ എന്നെ പറ്റിച്ചപ്പോൾ ഞാൻ പണത്തിനെയും സ്നേഹിച്ചു തുടങ്ങി. ഈ പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയം എന്ന് പറയുന്ന സമയത്ത് ഒപ്പം നിൽക്കേണ്ടവർ ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി. ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് എന്നെയാണ്, എന്നെ മാത്രമാണ്. ഏറ്റവും ആദ്യം എന്നെ സ്നേഹിക്കുന്നു, അതിനുശേഷവും എന്നെ സ്നേഹിക്കുന്നു, പിന്നെയും എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഏറ്റവും ആദ്യം നമ്മളെ സ്നേഹിച്ചാലേ ബാക്കിയുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക. ചുറ്റുമുള്ളതൊക്കെ നമ്മളിലേക്ക് വരും. നമ്മളില്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ ഈ ഭൂലോകത്ത് ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യം ഞാനുണ്ടാകുക, അതിനുശേഷം മറ്റുള്ളവരുണ്ടാകുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. കാരണം ലോകം മുഴുക്ക നമ്മളെ വെറുത്തെന്ന് വെച്ചോ, നമ്മളെ വെറുക്കാത്ത ഒരേ ഒരാളുള്ളത് നമ്മൾ മാത്രമേ. എനിക്കൊരിക്കലും എന്നെ വെറുക്കാൻ കഴിയത്തില്ല. ഞാൻ ഇനി ഏത് കൊലപാതകയായാലും ഏത് ക്രൂരനായാലും എന്തായാലും എനിക്കൊരിക്കലും എന്നെ വെറുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ തന്നെ. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഇപ്പോൾ ഇപ്പോഴെന്നല്ല, പണ്ടും സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് തീവ്രത കുറവായിരുന്നു തോന്നുന്നു. ഇപ്പോൾ എന്നെ തന്നെയാണ് സ്നേഹം. എനിക്ക് എന്നെ സ്നേഹമാണ്, എൻ്റെ കഴിവിനെ സ്നേഹമാണ്, എൻ്റെ പണത്തിന് സ്നേഹമാണ്, എല്ലാത്തിനും സ്നേഹിക്കുക. ആ സ്നേഹിക്കുമ്പോഴേ നമ്മളിലേക്ക് വരും. അതായത് ജീവിതത്തിൽ ഒരുവിധം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അങ്ങനെ തോന്നി തുടങ്ങിയതല്ലേ? അത് നമുക്ക് ചില തിരിച്ചറിവുകൾ വരാനായിട്ട് കുറേ സമയം എടുക്കുമല്ലോ. അതൊക്കെ ഈ നഷ്ടങ്ങൾ ചെറിയ നഷ്ടങ്ങളൊന്നും അല്ലല്ലേ? അല്ല നഷ്ടങ്ങൾ ആളുകൾ പറഞ്ഞു ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ പണം ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ ഞാനൊരു പണയം വയ്ക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ ഈ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു അക്കൗണ്ട് എടുത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ പഴയ അക്കൗണ്ടിലേക്കാണ് ഈ കിട്ടിയ പണം മുഴുക്ക പോയത്. എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അത് പണയം വയ്ക്കുന്നത് ഏറ്റവും അവസാനത്തെ പണയമാണ്. പിന്നെ ഇനി പണയം വയ്ക്കാനില്ല. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് എൻ്റെ അപ്പോൾ ഞാൻ പുതിയ അക്കൗണ്ട് എടുത്ത ബാങ്കിൽ ചെന്നിട്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ എന്ന് ചോദിച്ചു. അവിടെ അപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറയാം, സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് കാർഡ് കിട്ടത്തില്ല സാർ. അതില്ല. നിരന്തരം കാശ് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഒരാളുണ്ട്. അയാൾ ചോദിച്ചപ്പോൾ അയാളുടെ അടുത്ത് കാശില്ല. ഏത് വിധത്തിലും ഒന്നും കിട്ടാത്ത ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇനി നാളെ എന്ത് എന്നുള്ള ചിന്തിക്കേണ്ടുന്ന ഒരുപാട് സമയങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ. പക്ഷെ അപ്പോഴല്ല എന്താണോ ഈ അമ്മയുടെ പ്രാർത്ഥനയാണോ എന്താണ് സംഭവം, എന്തായാലും പിന്നെയും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യം മുന്നിൽ വരുന്നുണ്ട്. ഞാനേ ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ കേൾക്കുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്തേട്ടനെ മലയാളികൾക്ക് പലയിടത്തും അറിയാം, ഇതാരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്രയധികം പരാജയം ഉണ്ടായിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും ഒരു പരാജയം ഉണ്ടാകാൻ കാരണം വേണമല്ലോ. അപ്പൊ അങ്ങനെ ഇതുവരെ ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് തിക്താനുഭവങ്ങൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് അകറ്റി നിർത്തലുകളൊക്കെ ഉണ്ടായ ഒരു വ്യക്തി, ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ്? എങ്ങനെ സംഭവിച്ചതാണത്? അതിന് ശരിക്കും പറയാം, ഞാനത് അങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ചിന്തിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും സ്വാഭാവികമായിട്ടും ഇപ്പൊ അങ്ങനെ വരാനായിട്ട് ഒന്നുകിൽ ഈ വ്യക്തിപരമായ ചില ദോഷങ്ങളുണ്ടല്ലോ, വ്യക്തിപരമായ ചില കുഴപ്പങ്ങളുണ്ടല്ലോ, അമിതമായിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോഴൊക്കെ ഈ നെഗറ്റീവ് വരുന്ന മദ്യപാനം, അല്ലെങ്കിൽ നമ്മൾ കുടുംബ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ആൾ കൂടെ കയറി വരിക, അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളാണ്. അല്ലെങ്കിൽ പോട്ടെ, ദേഷ്യം പോലും, അല്ലെങ്കിൽ എന്താണ് സംശയം, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളാണല്ലോ ഈ ജീവിതത്തിൽ പല മോശം അനുഭവങ്ങൾ ഉണ്ടാകാൻ കാരണം. പക്ഷേ രഞ്ജിത്തേട്ടനെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ തോന്നുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഞാൻ ഒരു കാര്യം, ഇപ്പൊ ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇച്ചിരി മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ 2 സ്മാൾ അടിച്ചിട്ട് കിടന്നാൽ ഇതൊന്നും അറിയത്തില്ലെന്ന് വിചാരിക്കും. ഇത് മദ്യപിക്കത്തുമില്ല, ഇത് മറ്റ് പരസ്ത്രീ ബന്ധമില്ല, പരസ്ത്രീ ബന്ധത്തിന് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ആഗ്രഹമുണ്ടോ, പക്ഷെ നടന്നിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണുമല്ലോ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിനായിട്ട് 2 വയസ്സുള്ള മകളെ ഉപേക്ഷിച്ച് യുവതി ഒളിച്ചോടി. മിക്കവർക്ക് കാണുമല്ലോ ഇങ്ങനെയുള്ള പരസ്യം. ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ലോകത്ത്? അങ്ങനെയാണെങ്കിൽ ഫേസ്ബുക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിഷ, കല്യാണി, ഭാർഗവി എന്നൊക്കെ പറഞ്ഞാൽ കാണുമല്ലോ. അപ്പം ഞാൻ ചുമ്മാ മെസ്സേജ് അയക്കും, ഹലോ ഹൗ ആർ യു? ഒരു റെസ്പോൺസും ഇല്ല. ഈ പെണ്ണുങ്ങൾ നോക്കി മെസ്സേജ് പോടാ പട്ടി എന്തെങ്കിലും വേണമല്ലോ, അതുപോലും ഇല്ല. അതായത് ഇതൊന്നും നല്ല നിലയിൽ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടത്തുമില്ല. അതാണ് രഞ്ജിത്തേട്ടൻ പറഞ്ഞു തന്നത് ഇല്ലേ? ഇതിനൊക്കെ പോസിറ്റീവായി കാണുന്നവർക്ക് കിട്ടത്തുമില്ല, ഇതിനൊക്കെ നെഗറ്റീവായിട്ടും ഇതൊക്കെ വേറെ ഉദ്ദേശത്തോട് കാണുന്നവർക്ക് കിട്ടുകയും ചെയ്യും. വഴി ഈ റൗഡികൾക്കൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ വളരെ ഡീസന്റ് ജെന്റിൽമാൻ, നേരത്തെ പറഞ്ഞല്ലോ, ടിപ് ടോപ്പായിട്ട് നിൽക്കുന്നവർക്ക്. അതായത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞാല്
ഒരു സുമുഖനായ എക്സിക്യൂട്ടീവായ നല്ല സ്വഭാവമുള്ള ഒരു പരസ്ത്രീ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ താല്പര്യപ്പെടുന്നു. ഇതൊന്ന് പരസ്യമാണോ? ഇല്ല, ഇതാണ് രത്ന ചുരുക്കം. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു തമാശയിലൂടെ പറയാമെങ്കിലും ഈ പറഞ്ഞ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ. എനിക്ക് ഒരു 4-5 സുഹൃത്തുക്കളുണ്ട്. എനിക്കൊരു വേദന വരുന്ന സമയത്ത്, ഞാൻ ഒരു വിഷമം വരുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ പറയടാ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ഒന്നും മിണ്ടത്തില്ല. അവർക്കറിയാം ഞാൻ വിളിക്കുന്നത് എന്തെങ്കിലും വിഷമം പറയാനായിരിക്കും. അവരൊരു 5 മിനിറ്റ് എനിക്ക് ചെവി തരും. അത് കേട്ട് കഴിയുമ്പോൾ എൻ്റെ ആ ഉള്ളിലെ ആ പ്രശ്നങ്ങൾ അതങ്ങ് പറഞ്ഞു തീർക്കും. തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് എൻ്റെ ചെയ്യും. അതുപോലെ അവർക്കും എന്തെങ്കിലും കാര്യങ്ങളിൽ ഞാനും ചെവി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ചെവി തരുന്ന ഒരു 4-5 സുഹൃത്തുക്കളെങ്കിലും ഒരാളെങ്കിലും ജീവിതത്തിൽ സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും വ്യർത്ഥമാണ്. പിന്നെ നമ്മളുണ്ടാക്കിയ കാറ്, നമ്മളുണ്ടാക്കിയ ബംഗ്ലാവ് ഒന്നിനും ഉതകത്തില്ല. സുഹൃത്തുക്കളുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് ചില സമയങ്ങളിൽ നിയാസിൻ്റെ അടുത്ത് പോലും ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. ചില അഡ്വൈസ്, എന്നെക്കാൾ ഇളയതാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അഡ്വൈസ് തേടാറുണ്ട്. അങ്ങനെ ചിലർ നമ്മൾ ഒരു ഏരിയയിലേക്ക് ഓരോരുത്തർ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഒരു ആ സമ്പാദ്യത്തിനപ്പുറം വേറെ ഒന്നുമില്ലെന്നേ, വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു കുറേ സമയം സംസാരിക്കുക, നമ്മൾ എത്ര സമയം സംസാരിക്കാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ രഞ്ജിത്തേട്ടൻ അങ്ങനെ ഒരു സംസാരം ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ. കാരണം വല്ലാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാം നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു മോശമായ അന്തരീക്ഷം. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ബിസിയാണ് അല്ലെങ്കിൽ എനിക്ക് പിന്നെ വിളിയെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോകാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രഞ്ജിത്തേട്ടൻ എന്നെ വിളിക്കത്തില്ല, ചിലപ്പോൾ എന്നെ വിളിക്കുക. കാരണം വെച്ചാൽ ഒരു നിയാസും ബിസിയാ. ഇങ്ങനെയാണ് ഓരോ സൗഹൃദങ്ങൾ അകന്നു പോവുകയും മെന്റലി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതം തന്നെ നിൽക്കാതെ വന്ന് പല അവസ്ഥയിലേക്ക് പോകുന്നത് അല്ലേ? അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ രഞ്ജിത്തേട്ടന് ഇത് എവിടെ ജീവിതത്തിൽ എല്ലായിടത്തും നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥ, എന്നാൽ പിന്നെ ഇത് എന്തിനെങ്ങനെ ജീവിക്കുന്നത് തോന്നിയിട്ടുണ്ടോ? അത് എത്രയോ പ്രാവശ്യം. പിന്നെ നമ്മൾ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ല, ജീവിക്കേണ്ടെന്ന് തോന്നിയ 1000 വട്ടമെങ്കിലും തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ജീവിതം വേണ്ടെന്ന് എത്ര പ്രാവശ്യം തോന്നുന്നു. ആ തോന്നലൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന് അപ്പോഴേ നമ്മൾ ചവിട്ടി എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്? അറ്റംപ്റ്റ് ഒന്നുമില്ല, അതിനുള്ള ആ ഒരു ധൈര്യമൊന്നുമില്ല. അല്ല, ഇത് ആരെങ്കിലും വന്ന് വെറുതെ വന്നാൽ ഓക്കെ, ഞാൻ നിന്ന് തരാം. പക്ഷേ ജീവിതം മടുത്തിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ജീവിതത്തിനായിട്ട്. കാരണം അതാ ഞാൻ പറഞ്ഞു, പിന്നീട് ഈ ഏറ്റവും മോശപ്പെട്ട സമയം വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങി. വെറുക്കാൻ പറ്റത്തില്ല, വെറുക്കരുത് എന്ന് ഞാൻ പഠിച്ചപ്പോഴാണ്. അതിനു മുമ്പാണ് ഞാൻ വെറുത്തിട്ടുള്ളത്. ഇനി ഒരിക്കലും ഞാൻ വെറുക്കത്തില്ല. ഇത്രയും ഒരു മനുഷ്യന് ഇത്രയും ഒരു അവസ്ഥ വരാമെങ്കിൽ അവന് എവിടെ ചെന്നാലും ഇനി കിടക്കും. ഈ ഒറ്റപ്പെടുകയും ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന ഒരു കരുത്തുണ്ടല്ലോ, ആ കരുത്തിൽ നമുക്ക് എത്ര കാലം വേണേലും പോകാൻ പറ്റും. പക്ഷേ ഈ ജീവിത അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ, ബാല്യകാലം നോക്കുകയാണെങ്കിൽ അച്ഛൻ പട്ടാളത്തില്, കുഴപ്പമില്ലാത്തൊരു ജീവിതാന്തരീക്ഷം, 4-5 സഹോദരങ്ങളുണ്ട്, എല്ലാം ഒരു നല്ല കൂട്ടുകുടുംബ സമ്പ്രദായത്തിലാണ് ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ. പക്ഷെ അവിടുന്ന് പിന്നീട് മൂത്ത മകൻ എന്നുള്ള വലിയ ഉത്തരവാദിത്വം, എല്ലാറ്റിനും മൂത്ത മകൻ ഒരു വീട്ടിലെ എല്ലാവരുടെയും ഒരു എന്താണ്, മൂത്തതാവരുത്, ഇളയതാവുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതില്ലേ. കാരണം എന്ത് ചെയ്താലും മൂത്താള് പോയതിനു ശേഷം ഇതെല്ലാം തുടങ്ങത്തുള്ളൂ. മൂത്താളവിടെ പോയി, മൂത്താളിന് ജോലിയായോ, മൂത്താള് കല്യാണം കഴിച്ചോ ഇല്ല, മൂത്താളിന് കുഞ്ഞായോ, മൂത്താളിന് ഇപ്പൊ എവിടെ, മൂത്താള് മരിച്ചോ? അല്ല, ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ചിട്ടയായ ഒരു ഇതായതുകൊണ്ട് നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം, നമുക്ക് കൃത്യസമയത്ത് വസ്ത്രം, സ്കൂൾ ഫീസ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കിട്ടും. നമുക്ക് ഒന്നും ആവശ്യപ്പെടാതെ കിട്ടിക്കൊണ്ട് വളർന്ന ഇതൊന്നാണ് എല്ലാം. പിന്നെ നമ്മൾ എന്തെങ്കിലും കന്നന്തിരിവുകൾ കാണിച്ചാൽ മാത്രമാണ് അടി കിട്ടുന്നത്. എല്ലാം ഒന്നിനും ആവശ്യപ്പെടാതെ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വളർന്നു. അനിയന്മാരും എല്ലാവരും ഞങ്ങൾ തമ്മിലും ഇപ്പോഴും നല്ല ബോണ്ടിങ്ങാണ്, ഞങ്ങൾ നല്ല സൗഹൃദത്തിലും ബന്ധത്തിലുമാണ്. അപ്പോൾ പിന്നീട് ഞാൻ ഈ 19 വയസ്സിൽ ഞാൻ ഏതാണ്ട് വീടുമായിട്ടുള്ള ഒരു ബന്ധം ഒരു ഏകദേശം കളഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അലയാൻ തുടങ്ങി. തിരുവനന്തപുരത്ത് പല ജോലികൾ ചെയ്യും, തിരുവനന്തപുരത്ത് ചാൻസ് അന്വേഷിച്ചു പോകാം, അങ്ങനെയുള്ളൊരു ശ്രമം നടത്തി. അവിടെ നിന്നാണ് ഞാൻ പിന്നെ വേറൊരു ലൈഫ് മനസ്സിലാക്കിയത്. പിന്നെ ഈ പറഞ്ഞ കഷ്ടനഷ്ടം, ഞാൻ ആദ്യം വിശപ്പറഞ്ഞതൊക്കെ അപ്പോഴാണ്. ഞാൻ തിരുവനന്തപുരത്ത് ആയിരിക്കുമ്പോൾ ഈ ലോഡ്ജിൽ കിടക്കുന്ന സമയത്ത് ഒരു ദിവസം ഫുൾ ഭക്ഷണം കഴിച്ചില്ല, 2ാമത്തെ ദിവസം രാവിലെ കഴിച്ചില്ല. കാരണം കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്നതായതുകൊണ്ട് എനിക്ക് ഒരു നേരം കാശില്ലെന്ന് പറഞ്ഞാൽ അവർ തരാതിരിക്കത്തില്ല കടയിൽ. ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിനു ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയാണ്. അടുത്ത ദിവസം ഉച്ചയായപ്പോഴും കഴിച്ചില്ല. പക്ഷേ വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ എനിക്ക് കാശില്ല, എനിക്ക് എന്തെങ്കിലും തരണം. അതെന്താ എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ച് അത് കഴിച്ചു. പിന്നെ അത്രയും നേരം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് അവിടെ. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിച്ച ഒരു ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയാം.
ഞാൻ തിരുവനന്തപുരത്ത് ഈ നാടക കേന്ദ്രത്തിലായിരിക്കും, നാടകം പഠിക്കുന്നു. നാടക കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കുറച്ച് നാടക ക്യാമ്പ് പോലെ ഞങ്ങളവിടെ ഒരുമിച്ച് താമസിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പകലോനെതിരെ പള്ളിവേട്ട എന്ന് പറഞ്ഞ ഒരു വലിയ നാടകം കളിക്കുന്നു. അപ്പോൾ അവിടെ ലിമിറ്റഡ് ഭക്ഷണം, നാടകം കഴിക്കാൻ പോകുന്നവർക്കൊന്നും സമ്പന്നന്മാരല്ല, കാശില്ല. അപ്പോൾ കഞ്ഞി, അരി അതിനകത്ത് ചെറിയ ഉള്ളി, ഇച്ചിരി പയർ ഒക്കെ ഇട്ടിട്ട് വേവിച്ച് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ 3 നേരവും കഴിക്കുന്നത്. പലപ്പോഴും ചോറുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പുളിശ്ശേരിയോ അങ്ങനെയൊക്കെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഈ യോഗ, കളരി, ഇങ്ങനെയുള്ള കായികാധ്വാനവും ഉണ്ട് നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിനോടൊപ്പം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നാടകത്തിൽ ഒരു സൈന്യാധിപൻ വരുന്നുണ്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 4 സൈനികർ 4 സ്ഥലത്തിരിപ്പുണ്ട്, ഒളിച്ചു നിൽക്കുകയാണ്. വേറൊരു സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത് വീഴും. അപ്പോൾ ഈ സൈന്യാധിപൻ വരുന്നതിന് അയാളുടെ എൻട്രി തന്നെ ഇയാളൊരു ചിക്കൻ ലെഗ് കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ വലിച്ചെറിയുകയാണ്, കടിച്ചിട്ടത്. ആ എറിയുന്നത് എപ്പോഴും വന്ന് വീഴുന്നത് ഞാനിരിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഓരോ നാടകത്തിൻ്റെ കളി കഴിയുമ്പോഴും ആ സീൻ കഴിയുമ്പോൾ പിന്നെ കാണുന്നത് ഗ്രീൻ റൂമിൽ നിന്ന് ഞാൻ അത് കഴിച്ചു തിന്നുന്നതാണ്. ഞാൻ അതുവരെ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റിയുള്ള ഭക്ഷണമായിരുന്നു. വിശന്ന് അത്രയും ഭക്ഷണത്തോട് ആർത്തിയായിരുന്നു ആ സമയത്ത്. ഞാൻ ഈ 1 രൂപയുള്ള തട്ട് ദോശയ്ക്ക് ആ ടൈമിൽ ഇച്ചിരി വലിപ്പമുള്ള ദോശ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 1/2 കിലോമീറ്റർ നടക്കുമായിരുന്നു. നമ്മുടെ ഫ്രണ്ടിലുള്ള തട്ടുകടയിൽ കുറച്ച് ചെറുപ്പമാണ്, ഇച്ചിരി വലുപ്പം ഉണ്ടെന്ന് പറഞ്ഞ് 4 ദോശ കഴിക്കാനായിട്ട് ഇച്ചിരി അങ്ങോട്ട് പോകും. ഓംലെറ്റ് ഒന്നുമില്ല, 4 ദോശ ചമ്മന്തി 4 രൂപ. അത്രയും നിവൃത്തികേട്. വരുമാനം ഇവിടെ പൈസ ഇല്ല, ഉള്ള പൈസക്ക് വയറിറച്ച് കഴിക്കണം. വീട്ടിൽ നിന്നാൽ എപ്പോഴും ഭക്ഷണം കിട്ടുമായിരുന്നു, പക്ഷെ അവിടെ വീട്ടിൽ നിന്നാലും നിൽക്കാൻ പറ്റും. അതായത് 5 മക്കളിൽ മൂത്ത ആള്, അപ്പൊ എപ്പോഴും മൂത്ത ആൾക്ക് ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വപ്നം സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതുവഴി പോകാൻ കഴിയാത്തതിന്റെ വിഷമം അവർക്കും ഉണ്ട്. എന്നാൽ അണ്ണനെ സംബന്ധിച്ച് അതല്ല ലക്ഷ്യം, ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തുക. എനിക്ക് ജോലി ചെയ്യുന്നതിനപ്പുറം ഇതൊരു പാഷനായി മാറിപ്പോയി. അന്ന് തലയിൽ കയറിപ്പോയി, അഭിനയിക്കണം, സിനിമയിൽ അവർ വരണം, 10 പേരെ അറിയണം, ഒരു നല്ല നടനാവണം എന്നുള്ളൊരു ചിന്ത ആയിപ്പോയി. സിനിമയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. പണ്ടൊക്കെ ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ഈ പണ്ട് ബോംബെ പോയി നിൽക്കും കുറച്ച് നാൾ. ബോംബെ പോയി നിന്നിട്ട് അവിടെ എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ നടത്തി ഗൾഫിൽ അങ്ങനെ കയറി പോകും. പക്ഷെ അവിടെ നിന്ന് ബോംബെ നിന്ന് കുറച്ചാൾ നിന്ന് കഴിയുമ്പോൾ അവിടെ തന്നെ അത്യാവശ്യം നല്ല ജോലി കിട്ടുന്നവരുണ്ട്, അവിടെ അങ്ങ് സേഫ് ആയി. ഞാൻ അങ്ങനെയാണ് ടിവിയിൽ സിനിമയിൽ പോകാൻ വേണ്ടി ടിവിയിലേക്ക് വന്നത്. ടിവിയിൽ അത്യാവശ്യം സേഫായി അവിടെ തന്നെ അങ്ങ് നിന്നുപോയി. ഇപ്പൊ ടിവിയിലെ ജോലി ഉപേക്ഷിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. അത് സിനിമയ്ക്കുള്ള എന്റെ ശ്രമത്തിന് കുറച്ചുകൂടെ ആക്കം കൂട്ടുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ ഒരു പ്രായത്തിലെങ്കിലും രഞ്ജിത്തേട്ടന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതം ഏറ്റവും നിരാശയോടുകൂടി അല്ല അങ്ങനെ വരത്തില്ല. ഞാൻ ഈ പറഞ്ഞില്ല, ഞാൻ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലൂടെ പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയതുകൊണ്ട് ഞാൻ ഇപ്പം എല്ലാത്തിലും തൃപ്തനാണ്. എനിക്ക് അങ്ങനെ വലിയ നിരാശ ബാധിക്കത്തില്ല ഇനി ഈ കിട്ടിയതിലല്ല. കാരണം ഞാൻ എവിടെ തുടങ്ങിയെന്നുള്ളത് എനിക്കറിയാം. ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ടിപ് ടോപ്പായി നിന്നെടുത്ത് ഇപ്പോഴും ടിപ് ടോപ്പ് തന്നെയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി ഞാൻ കേരളത്തിലെ ഏകദേശം മലയാളികൾക്കൊക്കെ ഒരുപക്ഷെ പറഞ്ഞാലെങ്കിൽ മനസ്സിലാകുന്ന തരത്തിലേക്കൊക്കെ മാറാൻ പറ്റി. എൻ്റെ വരുമാനത്തിൽ ഗണ്യമായ വർധനമുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും മേലോട്ട് തന്നെയാണ്. നിരാശ എനിക്ക് പലരും ചോദിക്കും, രഞ്ജിത്തിന് എന്തുകൊണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല, അത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോഴേക്ക് അതെൻ്റേതായിരുന്നില്ല. എൻ്റെ ചായ എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്ന ഒരു അവസരം ഉണ്ടാകുമെന്ന് കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ നിരാശ ബാധിക്കത്തില്ല. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേക്കാൻ തോന്നത്തില്ല. എല്ലാ ദിവസവും പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങുന്നു. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇത് ഞാൻ കരുത്തനാണ്, ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ. കാരണം വേറെ ആരുണ്ട് നമ്മളെ. അതെ. അപ്പൊ ഈ ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ മനഃപൂർവ്വമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ? അത് സൗഹൃദങ്ങളിലും അതുപോലെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അല്ലേ? എൻ്റെ പ്രധാന പ്രശ്നം, ഞാൻ എപ്പോഴും തലച്ചോറ് കൊണ്ടല്ല ആളുകളെ മനസ്സിലാക്കുന്നത്, ഞാൻ വൈകാരികമായിട്ട് ആളുകളെ മനസ്സിലാക്കുന്നത്. ഇപ്പം നിയാസ് വന്നിരുന്നിട്ട് നിയാസ് എൻ്റെ ഒരു വിഷമം പറയുകയാണെങ്കിൽ ഞാൻ അതിനെ വൈകാരികമായിട്ട് എടുക്കും. പക്ഷേ ഈവൻ ഈ വിഷമം പറഞ്ഞ് എന്നെ ദ്രോഹിക്കാനാണോ എന്ന് ചിന്തിക്കാൻ തലച്ചോറ് ഞാൻ ഉപയോഗിച്ച് ചിന്തിക്കത്തില്ല. അത് എൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മളെപ്പോഴും ഒരു ആളിനെ ജഡ്ജ് ചെയ്യണമെങ്കിൽ അത് തലച്ചോറ് കൊണ്ട് തന്നെ അത് ജഡ്ജ് ചെയ്തിട്ട് പിന്നെ വൈകാരികമായിട്ട് ഉൾക്കൊള്ളാൻ പാടുള്ളൂ. എവിടം പോലാണ് അതിന് മാറ്റം ഉണ്ടായത്? അതായത് ഇത് വരുന്നവരെന്നെ ഉപദ്രവിക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ദോഷം ചെയ്യാനാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയെന്ന് പോലെ. ഇത് വാൽമീകി രത്നാകരൻ എങ്ങനെയാണ് വാൽമീകി ആയതെന്ന് പറയുന്ന പോലെയാണ് ഇത്. എങ്ങനെയാണ് കള്ളനായ രഞ്ജിത്ത് സത്യനന്ദനായ രഞ്ജിത്തായി മാറിയെന്നല്ലോ എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് എൻ്റെ ഒരു കണക്കെടുപ്പിൽ ഞാൻ ഈ പ്രവാസ ജീവിതത്തിലുള്ള യാത്രയിൽ ഞാൻ ഒരുപാട് നന്മകൾ കണ്ടു, അവരുടെ കാരുണ്യങ്ങൾ കണ്ടു, അവരുടെ സങ്കടങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ നിന്നൊക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറി. ഈ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് മുമ്പ് ആരെങ്കിലും എന്നെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പിടിക്കണമല്ലോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെ ഏറ്റവും കൃത്യമായിട്ട് പേഷ്യൻസോടുകൂടി ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഉള്ളവരെ കണ്ടിട്ട്. അങ്ങനെ ഉൾപ്പെടെ
പല കാര്യങ്ങളിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തത് ഈ പ്രവാസ ജീവിതത്തിലുള്ള യാത്രയിലൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ദുബായി പോകുന്ന ബുർജ് ഖലീഫയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനല്ല, ഞാൻ അവിടെ ലേബർ ക്യാമ്പിലോ സാധാരണ ജീവിതം നയിക്കുന്നവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലാണ് ഞാൻ അതിനകത്തൊരു അവരുടെ ഒരു ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഞാനൊരു കുറേ അനുഭവങ്ങൾ നേടുന്നത്. ആ അനുഭവങ്ങളാണോ എന്നെ ഈ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചത് സംശയമില്ലാതില്ല. ഈ രഞ്ജിത്ത് മുൻഷി ഇപ്പൊ ബിഗ് ബോസിലൊക്കെ കാണുമ്പം കരുനാഗപ്പള്ളിക്കാരാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ കരുനാഗപ്പള്ളി നിന്ന് ആദ്യമായിട്ടാണ് ബിഗ് ബോസിലേക്ക് ഒരാൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ പ്രദേശത്തു നിന്ന് തന്നെ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. കരുനാഗപ്പള്ളിക്കാരിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ ശതമാനം ആളുകളും ഇദ്ദേഹം കരുനാഗപ്പള്ളിക്കാരാണ്, ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. കാരണം കരുനാഗപ്പള്ളി നിന്ന് എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിലെ വിട്ടുപോയ ഒരാളാണ്, ഇടയ്ക്കെങ്കിലും വന്നു പോകുന്നൊരു ശീലമേ ഉള്ളൂ. പക്ഷേ സ്വത്തം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞല്ലോ തഴവ സ്കൂളും സ്കൂൾ ജംഗ്ഷനും അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലങ്ങളും ആൽത്തറമൂട് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും പിന്നെ കരുനാഗപ്പള്ളി ജിജാസ് ആ പരിസരങ്ങളും ഒക്കെ എപ്പോഴും ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അന്നുണ്ടായിരുന്ന പല ആളുകൾ ഇപ്പോഴില്ല. പിന്നെ ഈ ഒരു കലാകാരനെ അല്ലെങ്കിൽ കായിക താരത്തെ ആയാൽ പോലും ഒരു നാട് എത്രമാത്രം വളർത്തിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ചിലപ്പോൾ പലയിടത്തും ഉണ്ടാകും. ചിലർ പറയാറുണ്ട് എനിക്ക് നാട് ഒന്നും സംഭവിച്ചു, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ സ്വന്തം നേടിയതാണ്, എന്നെ ആര് സഹായിച്ചു, എനിക്കാരുമില്ല. വേണമെങ്കിൽ എനിക്കും അങ്ങനെ നമ്മുടെ തഴവായിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആരുണ്ട്, എനിക്ക് മുമ്പേ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു ടെലിവിഷനിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു അറിയപ്പെടുന്ന ഒരാളോ എനിക്ക് വഴികാട്ടിയായിട്ടോ ആരുമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നാട് എനിക്കൊന്നും തന്നില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ കണ്ട കാഴ്ചകളും അവിടെ കണ്ട ഉത്സവങ്ങളും ഞാൻ നടന്ന നടവഴികളും എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരും എൻ്റെ അധ്യാപകരും അവിടെ ഞാൻ കളിച്ചും കുളിച്ചും നടന്ന കുളങ്ങളും പാടവരമ്പുകളും ഒക്കെയല്ലേ നമ്മളിലേക്ക് നമ്മളെ വളർത്തിയത്, നമ്മളെ വ്യക്തികളാക്കി മാറ്റിയത്. അവിടെ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് നമ്മളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നാട് വളർത്തിയത് തന്നെയാണ് നമ്മൾ എല്ലാ മനുഷ്യനെയും. തീർച്ചയായിട്ടും ഈ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ബാല്യകാലം 19 വയസ്സ് വരെയാണ് കറക്റ്റായിട്ട് കരുനാഗപ്പള്ളി ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം പഠിച്ച സ്കൂൾ പോലെന്ന് പറഞ്ഞേ. ഞാൻ ജനിച്ചത് കരുനാഗപ്പള്ളി തീരദേശ ഗ്രാമമായ ആലപ്പാട് പഞ്ചായത്തിൽ കുഴിത്തുറ. ബട്ട് ജനിച്ചത് അവിടെ ആണെങ്കിലും അച്ഛൻ പട്ടാളത്തിലായിരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗുജറാത്തിൽ അഹമ്മദാബാദ് അവിടെ എവിടെയൊക്കെ ആയിരുന്നു പിന്നെ ചെറുപ്പം കുറച്ച് നാളുകൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ തഴവായിലേക്ക് വരികയായിരുന്നു. തഴവായിൽ പഠിച്ച AVHS ഫോർ ബോയ്സ്, പിന്നെ അതിപ്പോൾ ബോയ്സും ഗേൾസും 2 സ്കൂളായി. ഞങ്ങൾ അവിടെ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശാസ്താംകോട്ട കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഡിഗ്രി ആദ്യത്തെ പ്രാവശ്യം തോറ്റു പോയതുകൊണ്ട് പിന്നെ ഗവൺമെൻറ് ITI ചന്ദന വകുപ്പിൽ ഇലക്ട്രോണിക് മെക്കാനിക്ക് പഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സർവീസ് സെൻറ്ററിൽ പോവുകയും അതിനോടൊപ്പം തന്നെ ഡിഗ്രിക്ക് ശ്രമിക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്നു. അത് അപ്പോഴത്തേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നു. ആ തിരുവനന്തപുരത്ത് എത്തി ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ PG MA സോഷ്യോളജി 1 വർഷം പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഡ്രാമ കോഴ്സ് തുടങ്ങുന്നത് വരുന്നത്. പിന്നെ ഡ്രാമ കോഴ്സിലേക്ക് പോകുന്നത്. ഡ്രാമ കഴിഞ്ഞ് പിന്നെ പഠനത്തിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ നാടകവും സിനിമയും മാത്രമായിരുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് മുൻഷിയിൽ വരുന്നു. ഒരു പട്ടാളക്കാരനായ അച്ഛൻ, ആ അച്ഛന് 5 മക്കൾ, അതിൽ മൂത്ത മകൻ. സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെയാണ്. അനുജന്മാരൊക്കെ എനിക്ക് കൂടുതലും ഗവൺമെൻറ് ജോലിയിലൊക്കെയാണ്. പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ കലയോടും അഭിനയത്തിനോടുമുള്ള വല്ലാത്തൊരു ഭ്രമമാണ്, അല്ലെങ്കിൽ ആ ഒരു ആവേശം അല്ലേ? എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ആയി മതി എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ നിന്നാണ് 19ാമത്തെ വയസ്സിൽ കരുനാഗപ്പള്ളി വിട്ടു പോകുന്നത്. ആദ്യം മുൻഷി ഏഷ്യനെറ്റ് തുടങ്ങുന്ന സമയം മുതൽ ആദ്യത്തെ ഒരു 1000 എപ്പിസോഡ് അതിലെ അഭിനേതാവായിരുന്നു. കത്രികയായിട്ട് വരുന്ന ബാർബർ. അങ്ങനെ പിന്നീട് സീരിയല്, ഡബിങ് ആർട്ടിസ്റ്റ്, സിനിമയിലെ വേഷങ്ങൾ, കലാപ്രവർത്തനങ്ങൾ ഒക്കെ ആയിട്ട് അവസാനം ബിഗ് ബോസിൽ വരെ എത്തി നിൽക്കുകയാണ്. ഈ സ്വാഭാവികമായിട്ടും തഴവയിൽ എന്നൊക്കെ പറയുമ്പം തഴവയിൽ തന്നെ വന്നു പോകുന്നത് വളരെ അപൂർവമാണ്. കറക്റ്റ് വീട് നിൽക്കുന്ന സ്ഥലം AVHS സ്കൂളിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് ഒരു 100 മീറ്റർ പടിഞ്ഞാറ് വശം എന്നാണ് നമ്മൾ പറയും. പുതിയതാവുന്ന എത്തുമ്പോഴത്തേക്ക് മുമ്പ് സ്കൂളിൽ. കാരണം സ്കൂളിൽ പോകാനുള്ള സൗകര്യത്തിന്, അതും അച്ഛൻ്റെ ഒരു നിർബന്ധമാണ്, മക്കൾ പഠിക്കാനുള്ള സൗകര്യത്തിന് സ്കൂളിനടുത്തൊരു വീട് വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ വാങ്ങിച്ചത്. ഞങ്ങൾ നടന്നു പോയാൽ പക്ഷേ ചിലപ്പോൾ ചില സമയങ്ങളിൽ ബെല്ലടിക്കുന്ന സൗണ്ട് പോലും വീട്ടിൽ നിന്ന് കേൾക്കാം. അതെ.